കൊച്ചിയിലെ മുതിർന്ന കലാകാരന്മാരുടെ കൂട്ടായ്മയായ സായാഹ്നക്കൂട്ടം 10ാം വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കലാകാര സംഗമം കൊച്ചി MLA മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു. അവശ്യ കലാകാരന്മാർക്കായി പ്രത്യേക ഭവന പദ്ധതി ഉൾപ്പെടെയുള്ള വിവിധ ക്ഷേമകാര്യങ്ങൾ സബ്മിഷനിലൂടെ നിയമസഭയിൽ അവതരിപ്പിക്കുമെന്ന് MLA ഉദ്ഘാടന വേളയിൽ ഉറപ്പു നൽകി. കൊച്ചി മുൻ മേയർ സൗമിനി ജെയിൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പഴയകാല പ്രതിഭകളും പങ്കെടുത്തു. കൊച്ചിയിലെ മുതിർന്ന കലാകാരന്മാരുടെ കലാസമിതിയായ സായാഹ്നക്കൂട്ടത്തിന്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് ഫോർട്ട് കൊച്ചിയിൽ സംഘടിപ്പിച്ച കലാകാര സംഗമം കൊച്ചി MLA മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു. ഒരു ഗൗരവതരമായ ചർച്ച നടക്കുന്ന സമയത്ത് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ കൊണ്ടുവരാം, സഭയ്ക്കകത്ത് കൊണ്ടുവരാം. ഒന്ന്, കലാകാരന്മാർ എന്ന് പറയുന്നത് സമ്പന്നരല്ല, ഏറ്റവും ദരിദ്രരായിട്ടുള്ള ആളുകളാണ് ഏറ്റവും മികച്ച കലാകാരന്മാരായിട്ട്. ഇപ്പോഴാണ് ഇതെല്ലാം ഒരു ഇൻഡസ്ട്രി ആയത്. സിനിമ തന്നെ ഒരു ഇൻഡസ്ട്രി ആയി പ്രഖ്യാപിച്ചു. ഇൻഡസ്ട്രി അല്ലായിരുന്നു. അപ്പോൾ ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ മാറിയത് ഇപ്പോഴാണ്. അവശ്യ കലാകാരന്മാർക്ക് പ്രത്യേക ഭവന പദ്ധതി ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ സബ്മിഷനിലൂടെ നിയമസഭയിൽ ഉന്നയിക്കുമെന്ന് MLA മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. കൊച്ചി നഗരസഭ മുൻ മേയർ സൗമിനി ജെയിൻ അധ്യക്ഷത വഹിച്ചു. കലാകാരന്മാരായിട്ടില്ല നമ്മളിവിടെ ഞാൻ പല സദസ്സിലും ചെല്ലുമ്പോൾ ഒന്ന് പാടാമോ എന്ന് പറഞ്ഞിട്ട് പാട്ട് പാടാനായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്ന റാൻഡമായിട്ട് സെലക്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ വളരെ നന്നായിട്ട് പാടുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഒരു വണ്ടിയിൽ നമ്മൾ ഒരുമിച്ചൊരു ട്രിപ്പ് പോകുമ്പോഴായിരിക്കും പാടും. അപ്പോൾ ഇവർക്കൊക്കെ അവസരം കിട്ടാഞ്ഞിട്ടാണോ ഇവരൊക്കെ പാട്ടിൻ്റെ മേഖലയിൽ തെളിഞ്ഞു വരാത്തത് എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. താല്പര്യമുണ്ട്, ആഗ്രഹമുണ്ട്, പക്ഷെ വേദികളില്ല. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനെ അതിജീവിച്ചുകൊണ്ട് ഇവിടെ സായാഹ്നക്കൂട്ടം എന്ന് 10 വർഷം തികയുകയാണ്. 10 കൊല്ലമായിട്ട് ഇത്തരത്തിലുള്ള അവശ്യ കലാകാരന്മാരെന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന ഒട്ടനവധി പേര് നമ്മുടെ ഇടയിൽ കലാമേഖലയിൽ പ്രവർത്തിക്കുന്നവരും അല്ലാത്തവരുമായ പാട്ടിലും നൃത്തത്തിലും അതുപോലെ അഭിനയത്തിലും കരോക്കെ ഗാനമേള നടത്തുന്നതിലുമൊക്കെ തൽപരരായിട്ടുള്ള ആളുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു സംഘടന രൂപീകരിച്ച് അത് മനോഹരമായി കൊണ്ടുപോയി 10 വർഷം തികച്ചിരിക്കുകയാണ്. എഴുത്തുകാരി ശ്രീകുമാരി രാമചന്ദ്രൻ, നടനും സംവിധായകനുമായ ആദം അയൂബ്, ഗായകനും നടനുമായ ആബിദ് അൻവർ, അഡ്വക്കേറ്റ് P പ്രേംകുമാർ, നന്ദ മേനോൻ, നാടകരത്ന KM ധർമ്മൻ, നടന വിസ്മയം KPSC ബിയാട്രീസ്, മാധ്യമപ്രവർത്തകരായ സേവ്യർ രാജു, BP ശ്രീലൻ തുടങ്ങിയവർ മുഖ്യാതിഥികളായി. കൊച്ചിൻ വർഗീസിന്റെ ആദ്യ ഗാനത്തോടുകൂടിയാണ് സായാഹ്നക്കൂട്ടത്തിന് തുടക്കം കുറിച്ചത്. എളിയ തുടക്കമായിരുന്നു. അതിനുശേഷം അനുസ്യൂതമായ യാത്രയിൽ ഇന്ന് സായാഹ്നക്കൂട്ടത്തിന് ഏതാണ്ട് 200ഓളം അംഗങ്ങളുണ്ട്. മലയാള നാടകരംഗത്തെയും സംഗീതരംഗത്തെയും ആദ്യകാല കലാകാരന്മാരായ കൊച്ചിൻ ഹസനാർ, അമ്മിണി ഏണസ്റ്റ്, ഗ്ലാഡ്വിൻ ആന്റണി, കൊച്ചിൻ എബ്രഹാം, ജൂനിയർ മെഹബൂബ്, കൊച്ചിൻ വില്യംസ്, ഖാദികൻ സലിം കുമാർ, ഗസൽ ഗായകൻ അബ്ദുൽ സലാം, RLV സീമ രാജു, സാലിമോൻ കുമ്പളങ്ങി, ശോഭ, ഗിറ്റാറിസ്റ്റുമാരായ എഡി, അഷ്റഫ് ജിപ്സി, നടനും എഴുത്തുകാരനുമായ ലിനസ്, ഗായികമാരായ പ്രബല്ല, ജെസി ജോയി, ആർട്ടിസ്റ്റ് ആസിഫ് അലി കോമു, മുൻ ആയുഷ് ഡയറക്ടർ ഡോക്ടർ സെയ്ദ്, ശില്പിയും ആർട്ടിസ്റ്റുമായ സൈനുദ്ദീൻ അമ്പലത്ത്, മജീഷ്യൻ OMS അസീസ്, മാപ്പിളപ്പാട്ട് കലാകാരൻ സുബൈർ മാസ്റ്റർ തുടങ്ങിയ വലിയ ഒരു നിര കലാകാരന്മാരുടെ സാന്നിധ്യം കലാകാര സംഗമത്തിന് ഏറെ പകിട്ട് നൽകി. ചടങ്ങിൽ സായാഹ്നക്കൂട്ടത്തിന്റെ വളർച്ചയിൽ മികച്ച സംഭാവന നൽകിയ ഭാരവാഹികളായ ജോസഫിൻ ഫ്രാൻസിസ്, ഗീതാ ചന്ദ്രൻ, ഫിലോമിന ആന്റണി എന്നിവരെയും യുവ കലാകാരൻ ആബിദ് അൻവർ, അബാക്കസ് മത്സരത്തിലെ അഖിലേന്ത്യാ തലത്തിൽ 2ാം റാങ്ക് നേടിയ തസീഫ യാസർ എന്നിവരെയും ആദരിച്ചു. 10ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സായാഹ്നക്കൂട്ടം നടത്തിയ വിവിധ മത്സരങ്ങളിൽ സമ്മാനം നേടിയ വ്യക്തികൾക്കും സംഘടനകൾക്കുമുള്ള സമ്മാനം വിതരണം ചെയ്തു. നാദവിസ്മയം S ജാനകിയുടെയും സായാഹ്നക്കൂട്ടം അംഗം വാവച്ചിന്റെയും നിര്യാണത്തിൽ സെക്രട്ടറി ഷെരീഫ് മൈത്രി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. സെക്രട്ടറി സുനിത ഫൈസൽ, വൈസ് പ്രസിഡന്റ് PM സിറാജും ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. പ്രസിഡന്റ് PE ഹമീദ്, ജനറൽ സെക്രട്ടറി ഹാഷിം ഖാൻ, ശ്രീജ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മൈജി എപ്പിക് ഷോറൂം ഇപ്പോൾ മെറൈൻ ഡ്രൈവിൽ. ഹോം അപ്ലയൻസസോ ഗാഡ്ജറ്റ്സോ ഏതായാലും നേരിട്ട് കണ്ട് ഉപയോഗിച്ചു നോക്കി പൂർണ്ണ സംതൃപ്തിയോടെ മൈജി എപ്പിക് ഷോറൂമിൽ നിന്നും പർച്ചേസ് ചെയ്യാം. മൈജി ഫ്യൂച്ചർ എപ്പിക് സ്റ്റോർ now at Marine Drive. More than a store, an experience.